ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് കൊട്ടിയൂർ വന്നിട്ടുണ്ട്. കൊട്ടിയൂർ ഉത്സവം നടക്കണല്ലോ. അപ്പോൾ ഇവിടെ കാണുന്നത് അക്കരെ കൊട്ടിയൂരാണിത്. അപ്പോൾ അക്കരെ കൊട്ടിയൂർ പോകണം, ഇക്കരെ കൊട്ടിയൂർ പോകണം. ഇതിപ്പോൾ ഇവിടെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂരാണ്. അതായത് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു സൈഡ് അക്കരെ കൊട്ടിയൂരും ഒരു സൈഡ് ഇക്കരെ കൊട്ടിയൂരാണ്. അപ്പോൾ മെയിനായിട്ട് ഉത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂരാണ്. അപ്പോൾ നമുക്ക് അക്കരെ കൊട്ടിയൂർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. സംഗതി ഉത്സവം കഴിയാറായി തുടങ്ങിച്ചെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ കൊട്ടിയൂർ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ പൊതുവെ ജനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ. അതാണ് ഈ കാണുന്ന സാധനം. കണ്ട മുളമ്പൂവെന്ന് പറയും. മുള തല്ലിയിട്ട് ചതച്ചുണ്ടാക്കണ ഒരു തരം പൂവാണിത്. ഇത് ഈ ഒരു ഉത്സവത്തിൻ്റെ സീസണിൽ ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ ഈ പൂവ് കിട്ടുള്ളൂ. നമ്മൾ പുറത്ത് ഇതേമാതിരി മുള തല്ലി പൊട്ടിച്ചാലൊന്നും ഇതേമാതിരി ഉണ്ടാക്കാൻ പറ്റൂല. ഇന്ന് കുറച്ച് മഴയൊക്കെ ഉള്ള ദിവസം കൂടിയാണ്. ഇപ്പം എന്തായാലും ബസ് ഇറങ്ങി വന്ന സമയത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഈ അക്കരെ കൊട്ടിയൂർക്ക് കുറച്ചങ്ങോട്ട് നടക്കണം. അതായത് കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഈ പോണ വഴിയിൽ രണ്ട് സൈഡിലും കച്ചവടക്കാരും അതേമാതിരി ബജ്ജി ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നല്ല സാധാരണ ഒരു ഉത്സവപ്പറമ്പിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും അതിനെക്കാട്ടും ഗംഭീരമായിട്ടാണ് ഈ പോണ വഴിയൊക്കെ. കഴിഞ്ഞ ഒരു 10-25 ദിവസമായിട്ട് വലിയ ഉത്സവമായിരുന്നു. അതായത് സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ജനങ്ങളെ തിരക്കായിരുന്നു. ഇപ്പം ഇനി അടുത്ത ഫൈനലായിട്ട് ലാസ്റ്റ് 5 ദിവസമുണ്ട്. ഈ 5 ദിവസം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതായത് പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിറഞ്ഞൊഴുകണ ഒരു പുഴ കടന്നിട്ട് വേണം നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകാൻ. അപ്പോൾ അതിന് മുന്നേ ഈ പുഴയിൽ നമ്മൾ കുളിക്കണം. കുളിച്ചിട്ട് ഇവിടെ ഒരു പ്രധാന ചടങ്ങുണ്ട്. ആ ചടങ്ങാണ് ഇപ്പോൾ കാണാൻ പോണത്. കണ്ടാ, ഈ അമ്പലക്കുളത്തിൽ കുളിച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ അമ്പലക്കുളത്തിൽ നിന്ന് 2 കല്ലുകൾ എടുക്കണം. അത് വെള്ളാരം കല്ല് മാതിരി ഉണ്ടാവും. പക്ഷേ സത്യത്തിൽ വെള്ളാരം കല്ലല്ല, വേറെ രീതിയിലുള്ള കല്ലാണ്. ഈ കല്ല് ഇതേമാതിരി നമ്മൾ ഉരയ്ക്കണം. നല്ല ശക്തമായിട്ട് ഉരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാ ചന്ദനമാരിൻ്റെ സംഭവം കണ്ടാ, മഞ്ഞച്ചിട്ട് ചന്ദനമാരി തന്നെ ഉണ്ടാവും. ആ ചന്ദനം നമ്മൾ നെറ്റിയിൽ തൊട്ടതിൻ്റെ ശേഷമേ നമ്മൾ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ അത് ഉരച്ച് കഴിഞ്ഞാൽ ഈ കല്ല് അതേമാതിരി തിരിച്ച് നമ്മൾ ആ വെള്ളത്തിലിടുന്നത് തന്നെ വേണം. ഞങ്ങൾ ഇന്ന് കാലത്ത് ഹോട്ടലിൽ നിന്ന് കുളിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് കുളിച്ചില്ല. പക്ഷേ ഈ ഒരു ചടങ്ങ് ഞങ്ങൾ നടത്തിയെന്ന് മാത്രം. ഇനി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിൽ പോണ വഴിയാണിത്. അത്യാവശ്യം മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നിറച്ച് ചളിയും കല്ലൊക്കെ ആയിട്ട് ഒന്ന് സൂക്ഷിച്ചില്ല വെച്ച പ്രശ്നമാണ്. അത് മാത്രമല്ല, അതിൻ്റെ 2 സൈഡിൽ കൂടെ വളരെ മനോഹരമായിട്ട് നിറഞ്ഞൊഴുകണ പുഴ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പുഴ ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, കണ്ട ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഭക്തർ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു സൈഡിലൊക്കെ താഴത്ത് ഒരു തോടുമാതിരി സ്ഥലമുണ്ട്. അതിൽ കൂടെ ഭക്തർ തൊഴുതിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയേക്കാണ്. കണ്ട ജനത്തിരക്ക് തന്നെയാണ്. കണ്ടമാനം ജനങ്ങളുണ്ട്. കണ്ട അപ്പോൾ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് വേണമെന്ന് വെച്ചാൽ പറയണ്ട. അത്രയധികം ആൾക്കാർ ഒക്കെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. കാരണം അതായത് ഇന്നലെ 30-ാം തീയതി ആയിരുന്നു. ഇന്നലെ 30-ാം തീയതി വരെയായിരുന്നു ഈ സ്ത്രീകൾക്കുള്ള പ്രവേശനം. ഇനി ഇത് ഫൈനലാണ്. അത് അവസാനത്തെ 5 ദിവസം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഇതേമാതിരി അവസാനത്തെ 5 ദിവസത്തിലൊരു ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്ര തിരക്കൊന്നും ഉണ്ടാകുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരുണ്ടോ. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ജനങ്ങൾ വന്നിട്ടെന്ന് മാത്രമല്ല, ഇപ്രാവശ്യം ഉത്സവത്തിനും ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അധികം കർണാടക സ്റ്റേറ്റിൽ നിന്ന് കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ പുരുഷന്മാരിൽ അധികം കർണാടക സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയുന്നുണ്ടായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടിയും പറയാം. സതീദേവി തക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിയായിട്ടുള്ള ശിവഭഗവാനെ സതീദേവിയുടെ അച്ഛൻ വളരെയധികം അപമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സതീദേവി മനം നൊന്ത് ആത്മഹൂതി ചെയ്തതെന്നാണ് ചരിത്രം. അതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള വളരെ സംഭവപരമായിട്ടുള്ള ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണ് എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം കൊണ്ടാടുന്നത്. വർഷത്തിൽ നീണ്ടു നിൽക്കുന്ന 1 മാസമാണ് ഇവിടെ ഉത്സവം നടക്കാറ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെഡുകളൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം അടച്ചിടാണ് പതിവ്. പിന്നെ ഇവിടെ കാടാണ്, വെള്ളമൊക്കെ നിറഞ്ഞ് ഇവിടെ അധികം ആൾക്കാരോ ജനങ്ങളോ ഭക്തർക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല. പിന്നെ ഈ ഷെഡുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തകർന്ന് കിടക്കും. പിന്നെ പിറ്റത്തെ വർഷം രണ്ടാമതും ഈ ഉത്സവത്തിനോട് ചേർന്ന് ഈ ഷെഡുകളൊക്കെ കെട്ടി ഉത്സവ നടപടികളുടെ ഭാഗമായിട്ട് ഗംഭീരമായിട്ട് ഉത്സവം ആഘോഷിക്കാറാണ് പതിവ്. കഴിഞ്ഞ നീണ്ടു നിന്ന 25 ദിവസത്തെ ഉത്സവത്തിന് ശേഷം ഇന്ന് 1-ാം തീയതി മുതൽ 5 ദിവസത്തെ കൊട്ടിക്കലാശത്തോട് കൂടിയിട്ട് ഈ ഉത്സവം ഇവിടെ അവസാനിക്കാറായി.
അപ്പോൾ ഇതൊക്കെയാണ് കൊട്ടിയൂർ ക്ഷേത്രവും ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.